ഡൽഹി അങ്ങനെ വീണ്ടും നാണം കെട്ടിരിക്കുകയാണ്. മുംബൈ ടീം മികച്ച ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത് ഡൽഹി ബൗളേഴ്സിന് കണക്കിന് കിട്ടി. ഡൽഹി ഇന്ന് 200 റൺസിന് മുകളിൽ കടന്നിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. മുംബൈ അത്രയും വലിയ ടാർഗറ്റാണ് ഡൽഹിക്ക് കൊടുത്തത്. ഇന്ന് ഡൽഹി കളി തോറ്റ ശേഷം അവരുടെ താരം വാർണർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ അടുപ്പിച്ച് 3 കളി തോറ്റാണ് ഇന്നിറങ്ങിയത്. എന്നാൽ മുംബൈ ടീം ഇന്ന് മികച്ച രീതിയിലാണ് കളിച്ചത്. IPL തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കി. ഇന്ന് ഡൽഹി കളി തോറ്റ ശേഷം വാർണർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഇന്ന് മികച്ച കളി പുറത്തെടുത്തതാണ്, പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് പിഴച്ചത് ബൗളിങ്ങിൽ തന്നെയാണ്. മുംബൈക്ക് ഒരിക്കലും ഇത്ര വലിയ ടാർഗറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഞങ്ങളുടെ തെറ്റാണ്. മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ ഇപ്പോൾ പാണ്ഡ്യയാണ്. എന്നാൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ രോഹിത് ശർമ്മയാണ്. രോഹിത് ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് മുംബൈ കളി ജയിക്കാൻ കാരണമായത്. മുംബൈ ടീം ഓപ്പണിംഗിൽ നന്നായി കളിച്ചു. പ്രത്യേകിച്ച് രോഹിത് ശർമ്മയും ഇഷാനും പവർ പ്ലേ ഓവറുകളിൽ ഇവർ അടിച്ചു കളിച്ചു. അതാണ് ഞങ്ങൾക്ക് പണിയായത്. രോഹിത് ശർമ്മയെയും ഇഷാനെയും പെട്ടെന്ന് ഞങ്ങൾ ഔട്ടാക്കേണ്ടിയിരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. രോഹിത് ശർമ്മ ഫോമായാൽ ഞങ്ങൾ കളി തോൽക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുപോലെ ലാസ്റ്റ് ഓവറിൽ റൊമേരിയോ ഷിപ്പേർഡ് ഇങ്ങനെ അടിച്ചു തകർക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മുംബൈ ടീമിനെ 200 റൺസിൽ ഒതുക്കിയെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് വാർണർ വ്യക്തമാക്കി. മുംബൈ ആരാധകർ ആവേശത്തിലാണ്. ആ പഴയ മുംബൈ ടീമല്ല ഇപ്പോഴത്തേത്. മുംബൈ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാച്ച് തോറ്റപ്പോൾ മുംബൈ ടീമിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുകയാണ്. താരങ്ങൾ തമ്മിൽ ഒരു ഐക്യമത്യം വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മുംബൈ എല്ലാ മാച്ചും ജയിക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.